അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാരിയ സ്വലാത്താണോ ഇബ്രാഹിമിയ സ്വലാത്താണോ ഏറ്റവും മഹത്വം എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് അജ്ഞത കൊണ്ടും അറിവില്ലായ്മ കൊണ്ടുള്ള ചോദ്യമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്, നേർക്ക് നേരെ പഠിപ്പിച്ചത് ഇബ്രാഹിമിയ സ്വലാത്താണ്. വിശുദ്ധ ഖുർആൻ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാം ചെല്ലണം. അതേപോലെ തന്നെ മലക്കുകൾ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നു, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു എന്ന ആയത്ത് സൂറ അഹ്സാബിന്റെ 56-ാമത്തെ ആയത്ത് ഇറങ്ങിയപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത്? സലാം ചെല്ലാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് എന്ന ഇബ്രാഹിമിയ സ്വലാത്ത് പഠിപ്പിച്ചു കൊടുത്തു. ഈ സ്വലാത്ത് നിസ്കാരത്തിൽ ചെല്ലണം, മയ്യത്ത് നമസ്കാരത്തിൽ പ്രത്യേകിച്ച് നിർവഹിക്കണം. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും പറ്റുമെങ്കിൽ 10 തവണ വെച്ച് ചെല്ലാം. ദുആ ഇരക്കുന്നതിന് മുമ്പ് സ്വലാത്ത് ചൊല്ലി ദുആ ഇരക്കാം. പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാം. എപ്പോഴും നമുക്ക് സ്വലാത്ത് ചെല്ലാം. ഒരു സ്വലാത്തിന് 10 സ്വലാത്തിന്റെ പ്രതിഫലമുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതാണ് നമ്മൾ ശീലിക്കേണ്ടത്. പക്ഷേ ഇതിന് ഘടകവിരുദ്ധമായി നമ്മുടെ നാട്ടിൽ 5000 തവണ 10000 തവണ ഇങ്ങനെ എണ്ണം നിശ്ചയിച്ച് നാരിയത്ത് സ്വലാത്ത് ചെല്ലാറുണ്ട്. ഇതിന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമില്ലെന്ന് മാത്രമല്ല, നാരിയത്ത് സ്വലാത്തിലുള്ള ചില പരാമർശങ്ങൾ ഷിർക്ക് കടന്നു വരുന്ന പരാമർശങ്ങൾ കൂടിയാണ്. അത് പ്രവാചകന്റെ മദ്ഹ് എന്ന പേരിൽ പറഞ്ഞാൽ പോലും അള്ളാഹുവിൻ്റെ പ്രത്യേകതകളോട് സിഫത്തുകളോട് താരതമ്യം ചെയ്യുന്ന ഉപമിക്കുന്ന പരാമർശങ്ങളൊക്കെ കാണാൻ കഴിയും. ഉദാഹരണത്തിന്, അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വ തൻഫരിജു ബിഹിൽ ഖുറബ് വ തുഖ്ലാ ബിഹിൽ ഹവായിജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടാണ് പ്രയാസങ്ങളുടെ കുരുക്ക് അഴിയുന്നത്, ബുദ്ധിമുട്ടുകൾ അകന്നു പോകുന്നത്, ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. വതുനാലു ബിഹ റഗായിബു വ ഹുസ്നുൽ ഖവാതിമു വ യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം. ആഗ്രഹങ്ങൾ സാധിക്കപ്പെടുന്നതും ശുഭകരമായ അന്ത്യം സാധ്യമാകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് മഴ പെയ്യുന്നതുമൊക്കെ ഉള്ള പരാമർശങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹുലേക്ക് ചേർത്ത് പറയേണ്ട പരാമർശമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകനിലേക്ക് ചേർക്കാൻ പാടില്ല. കാരണം സ്വഹാബത്തിൽപ്പെട്ട കുഞ്ഞു മക്കൾ, സ്വഹാബത്തിന്റെ മക്കൾ, അവർ പാട്ടുപാടി യഅലമു മാ ഫീ ഗദിൻ, നാളത്തെ കാര്യം അറിയുന്ന റസൂലുള്ളാഹ് എന്ന് പാട്ടുപാടിയപ്പോൾ റസൂലുള്ളാഹ് പറഞ്ഞു നിർത്ത് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നാരിയത്തു സ്വലാത്ത് ഹദീസിലില്ല. അതിൻ്റെ പരാമർശങ്ങളാവട്ടെ ഈ രൂപത്തിൽ ഷിർക്കിൻ്റെ ചില വചനങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുകയോ ചെയ്യേണ്ടതില്ല. ഇബ്രാഹിമിയ സ്വലാത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.